ഹലോ, 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഈ പാരഗ്രാഫൊക്കെ വായിച്ചതായിരിക്കും. ഞാനിനി ഇങ്ങനെ ആൻസർ പറഞ്ഞു പോവാട്ടോ. മാളുവിൻ്റെ ഒരു ദിവസം. ആ കളി അവൾക്ക് ഇഷ്ടമായി. ഏത് കളിയാണ്? മഴവെള്ളത്തെ തട്ടിക്കളഞ്ഞ് കളിക്കുന്ന കളി അല്ലേ? നീ കുറേ തോണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ആരാണ്? അമ്മയാണ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാളുവിൻ്റെ തോണികളെല്ലാം വെള്ളത്തിൽ മുങ്ങിയതപ്പോൾ. മാളുവിൻ്റെ ഏട്ടൻ വെള്ളത്തിലൂടെ സൈക്കിൾ ഓടിച്ചപ്പോഴാണ് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാള് തോണി ഉണ്ടാക്കി കളിച്ചത് എപ്പോഴാണ്? മഴവെള്ളം മുറ്റത്ത് നിറഞ്ഞപ്പോഴാണ് അല്ലേ? യെസ്, ബി ആണ് ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ കഥയിൽ മഴയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? നിലാവ് പെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? കാറ്റ് വീശുന്നുണ്ട്, മഴത്തുള്ളികൾ വീഴുന്നുണ്ട്, തോണി ഒഴുക്കി നടക്കുന്നുണ്ട് അല്ലേ? തോണി ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ ഇല്ലാത്തത് അല്ലേ? ബന്ധമില്ലാത്ത പ്രസ്താവന നിലാവ് പെയ്യുന്നു എന്നാണ്. ബാക്കിയെല്ലാം മഴയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ഓക്കെ, അടുത്ത പ്രവർത്തനം 2 നോക്കാം. ഗ്രേറ്റിയുടെ സമരത്തിൻ്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രാധിപർക്ക് ഒരു കത്ത് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കത്ത് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് വേണം? നിങ്ങളുടെ പേര് വേണം, സ്ഥലം അല്ല അഡ്രസ്സ് എല്ലാം എഴുതണം. തൊട്ട് താഴെ ടു എന്ന് പറഞ്ഞിട്ട് പത്രാധിപൻ അല്ലേ? എഡിറ്റർ അല്ലെങ്കിൽ പത്രാധിപൻ, മാതൃഭൂമി എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പത്രത്തിൻ്റെ ഒക്കെ ഒരു പേര് എഴുതിയിട്ട് തൊട്ട് താഴെ ബഹുമാനപ്പെട്ട സർ അല്ലേ, അല്ലെങ്കിൽ സർ എന്ന് എഴുതിയിട്ട് ഒരു കോമ ഇട്ടിട്ട് നിങ്ങളെ കാര്യം എഴുതുക. പിന്നെ മുകളിലൊരു ഡേറ്റ് വേണം. ഇത്രയും ഫോർമാറ്റ് നിങ്ങൾ കത്തിന് ഫോളോ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ കത്ത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതൊക്കെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അടുത്തത് ആസ്വാദനം. ഇവിടെ നമ്മളെ മാവിനെ കുറിച്ചിട്ട് ഒരു കവിത തന്നിട്ടുണ്ട് അല്ലേ? നാളേക്ക് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണേന്ദു എഴുതിയ നാളേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? കവിതയുടെ ആശയം, ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കവിയെ പരിചയപ്പെടുത്തണം, കവിത പരിചയപ്പെടുത്തണം, ഇഷ്ടപ്പെട്ട വരികൾ എടുത്ത് എഴുതണം അല്ലേ? പിന്നെ ഇത് നിങ്ങൾക്ക് വായിച്ചിട്ട് എന്താണോ മനസ്സിലായിട്ടുള്ളത്, ഇതൊരു മാവിനെ കുറിച്ചാണ് ഈ കവിത പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി ആരാണ്? ആശാനാണ് കേട്ടോ, കുമാരനാശാനാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു താരതമ്യക്കുറിപ്പാണ് അല്ലേ? നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രം കണ്ടല്ലോ, ഒറ്റയ്ക്കുള്ള കളിയിലാണോ കൂട്ടുകാരോടൊത്തുള്ള കളിയിലാണോ കൂടുതൽ ആനന്ദം ലഭിക്കുന്നത്? താരതമ്യം ചെയ്ത് എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഒരാളിരിക്കുന്നുണ്ടല്ലേ, അത് ഒറ്റയ്ക്ക് ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ബാക്കി എല്ലാ കുട്ടികളും ഇവിടെ ഭയങ്കരമായിട്ട് കളിച്ച് രസിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എപ്പോഴും കൂട്ടത്തിലുള്ള കളികളായിരിക്കും എന്താ പറയുക, കുറച്ചുകൂടെ ആനന്ദം നൽകുന്നത് അല്ലേ? കുറച്ച് സന്തോഷം കിട്ടുന്നത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കളിക്കുമ്പോഴാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടുമോ? ഇല്ല. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എഴുതണം. എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും നല്ലത് കൂട്ടുകാരോടൊത്തൊക്കെ ഓടിച്ചാടി കളിക്കുമ്പോൾ നമുക്ക് ശരീരത്തിനും ഒരു എക്സസൈസൊക്കെ ആവും അല്ലേ? എല്ലാവരും കൂട്ടുകാരെല്ലാവരും കൂടി ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുമ്പോൾ അങ്ങനെ കിട്ടുമോ? ഇല്ലല്ലോ. യാതൊരുവിധ എക്സസൈസൊന്നും നമ്മളെ ബോഡിക്ക് കിട്ടില്ല. നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് അല്ലേ? യെസ്, ഫോണും കൊണ്ട് കുനിഞ്ഞിരിക്കുമ്പോൾ വേറെ കുറേ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ? യാത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇതിൻ്റെ ആൻസർ എഴുതാൻ. ഓക്കെ, കായികമേളയിലെ വിജയികൾക്ക് സമ്മാനമായി ലഭിച്ചത് എന്താണ്? പച്ചക്കറിയാണ് അല്ലേ? ഓക്കെ, പ്രവർത്തനം 5 നോക്കാം. വിശകലനക്കുറിപ്പാണ്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിലെ ഈ വരികളുടെ ആശയവുമായി ബന്ധപ്പെടുത്തി തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന പഴഞ്ചൊല്ലിനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലേ? അപ്പോൾ ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ആ ചാപ്റ്ററിലെ പാഠഭാഗങ്ങളും പാഠസന്ദർഭങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇവിടെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാൻ കേട്ടോ. ഓക്കെ, ഇനി പ്രവർത്തനം 6 എന്താണ്? അഭിപ്രായക്കുറിപ്പാണ്. ഇരുതിയിലുയിരോടെ എന്ന പാഠഭാഗത്തിൽ സൈക്കയെ സഹായിക്കുന്ന ഉറുമ്പുകളെയും കഴുകനെയും കണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും അവർ സൈക്കയെ സഹായിച്ചത്? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അതെന്തുകൊണ്ടായിരിക്കും? നമ്മളെ കഴുകൻ പറയുന്നുണ്ട് പളുങ്ക് പാത്രത്തിൽ കുളിർജലം ശേഖരിച്ച് നൽകാമെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അതെന്താ? അവർക്കൊരു സഹതാപം തോന്നി അല്ലേ? സൈക്ക കരയുന്നത് കണ്ടപ്പോഴും വിഷമിക്കുന്നത് കണ്ടപ്പോഴൊക്കെ അവരുടെ മനസ്സിലൊരു വിഷമം തോന്നി. സൈക്കയെ സഹായിക്കണമെന്ന് തോന്നിയിട്ടാണ് ഇവർ സഹായിക്കുന്നത് അല്ലേ? ഉറുമ്പുകളും അതുപോലെ തന്നെ കഴുകനൊക്കെ ഒരു സഹാനുഭൂതി തോന്നിയിട്ടാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ആരും തുണയില്ലാത്ത അവസ്ഥയിൽ സൈക്കയെ ആരാണ് അന്വേഷിച്ച് നടന്നത്? സൈക്കയെ അന്വേഷിച്ച്
സൈക്യ ആരെയാണ് അന്വേഷിച്ച് നടന്നത്? ആരുമില്ലാത്തപ്പോൾ ഈറോസ് ദേവനെയാണ് അന്വേഷിച്ച് നടന്നത് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം വളരെ സിമ്പിളായിരുന്നു അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള എക്സാമിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ഇരുന്ന് കാണാം, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്.